ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് കൃതുട്ടൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. ഏട്ടനില്ല കേട്ടോ, ഏട്ടനിന്ന് വർക്കുണ്ട്, കാരണം ഇന്ന് ഏട്ടനില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കൃതുട്ടൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പൊക്കോ, നടന്നിട്ട് ഒറ്റയ്ക്കൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല, ഞാൻ പൊക്കോണ്ട് അതൊന്നൊരു വിഷയമല്ല, അപ്പോൾ ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പോവുകയാണ്. കുറച്ചാണ് നടക്കാണ്ട്, കുറച്ചെന്ന് വെച്ചാൽ കുറച്ചുണ്ട്, ഇങ്ങനെ നടന്ന് പോകും. അപ്പോൾ കുറച്ചാണ് നടന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് പോവുക. ബ്രിഡ്ജിൻ്റെ അടിയിൽ ട്രെയിന് പോണ പാലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് 2 പാലുണ്ട് കേട്ടോ, 2 ട്രെയിൻ പാലുണ്ട്. നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചാണ് പോകണം, കുറേ അങ്ങോട്ട് പോകണം. അവിടെ നിന്നാണ് ബ്രിഡ്ജൊക്കെ കടന്ന് കുറേയൊക്കെ അങ്ങനെ നടന്ന് പോയതിന് ശേഷം നമ്മളിതാ കൃതുട്ടൻ്റെ സ്കൂളിലെത്തി. ഇതാണ് അവൻ്റെ സ്കൂള്, കൃതുട്ടൻ്റെ സ്കൂൾ ഇതാണ്. ഇപ്പോൾ കൃതുട്ടൻ്റെ ക്ലാസ്സാണിത്. കൃതുട്ടൻ്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ ജനലിൻ്റെ അവിടെ വന്ന് നിൽക്കണത്. മറ്റു കുട്ടികൾ കണ്ടു തോന്നുന്നു. എന്നിട്ട് ലാസ്റ്റ് ആരോ പറഞ്ഞു കൊടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കും, പിന്നെ കണ്ടു, ഇങ്ങോട്ട് വന്നു. അവൻ എന്നെ കണ്ട സന്തോഷത്തിലാണ് കൃതുട്ടൻ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ സ്കൂൾ വിടാറായിരിക്കണു. അപ്പോൾ സ്കൂൾ വിടേണ്ട സമയമായി. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഒപ്പം കൊണ്ടുപോകാമല്ലോ എന്നുള്ള ലെവലിലാണ് ഞാനവിടെ നിൽക്കണത്. അപ്പോൾ അവൻ ബാഗും കുടയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ് സ്കൂൾ വിടാൻ വേണ്ടി. അപ്പോൾ ഞാൻ കൃതുട്ടൻ്റെ അടുത്ത് പറഞ്ഞു ബാഗും കുടയൊക്കെ അവിടെ വെക്കുക, കുറച്ച് സമയം കൂടി ഉണ്ട് സ്കൂൾ വിടാൻ, വണ്ടി വന്നാലാണ് നിങ്ങളെ പുറത്തേക്ക് വിടുള്ളൂ, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ബാഗ് കൂരി വെച്ചിട്ട് ഇരുത്തിയിറക്കുകയാണ് കൃതുട്ടനെ. എന്നിട്ട് സ്കൂൾ വിട്ടു. എന്നിട്ട് പോരുമ്പോൾ കൃതുട്ടൻ്റെ സ്കൂൾ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടാളും എന്നിട്ട് വണ്ടി കയറിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഇത്രേ ഉള്ളൂ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.